ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്ന് നമ്മൾ ഒരു അടിപൊളി കോമഡി ഡ്രാമയാണ് കാണാൻ പോകുന്നത്. 2022 തായ്വാനീസ് ലാംഗ്വേജിൽ റിലീസ് ചെയ്ത മാരി മൈ ഡെഡ് ബോഡി എന്ന ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതില് ഒരു പോലീസുകാരൻ കൂടോത്രത്തിൽപ്പെട്ട് അയാൾക്കൊരു ആത്മാവിനെ കല്യാണം കഴിക്കേണ്ടി വരുന്നു. ഈ ആത്മാവാവട്ടെ പുരുഷനാണ്, അല്ലെങ്കിൽ ഒരു ഗേ ആണ്. ഈ ആത്മാവിന് സെയിം ജെൻഡറിലുള്ള ആളെ തന്നെ കല്യാണം കഴിക്കണം. അതായിരിക്കും നമ്മുടെ ഹീറോ. എന്നാൽ ഹീറോ ആവട്ടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗേ ആണ്, അതായത് ഒരു പുരുഷൻ തന്നെയാണ്. അവന് സ്ത്രീകളെയാണ് ഇഷ്ടമുള്ളത്. എന്നാൽ കല്യാണം കഴിച്ചിരിക്കുന്നതോ ഈ ഗേ ആയിട്ടുള്ള ആത്മാവിനെ. അത് കഴിഞ്ഞ് ഈ മനുഷ്യന് നടക്കുന്ന പുകിലുകളൊക്കെയാണ് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഏതോ ഒരു പ്രാചീന വീട്ടിൽ മരണാനന്തര ചടങ്ങിന് വേണ്ടി ഒരു ഡെഡ് ബോഡി കിടത്തിയിരിക്കുന്നു. അന്ന് വൈകുന്നേരം ആ വീട്ടിൽ ആരുമില്ല. അപ്പോഴൊരു മുത്തശ്ശി ഈ ഡെഡ് ബോഡിക്കരികിലേക്ക് വന്ന് ആ ബോഡിയിൽ നിന്നും 4 തലമുടിയും 2 നഖങ്ങളും വെട്ടിയെടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ചുവന്ന പോസ്റ്റ് കവറിലാക്കി നമ്മളെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ മുത്തശ്ശി. അവിടെ നിന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വലിയൊരു ജിം. ആ ജിമ്മിൽ വളരെ സെക്സിയായി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഥാനായകൻ അടുത്ത് വ്യായാമം ചെയ്യുന്ന മറ്റൊരു ചെറുക്കന് കണ്ണിറുക്കി കാണിച്ചിട്ട് നേരെ ബാത്റൂമിലേക്ക് ചെല്ലും. അപ്പൊ ഈ പയ്യനും പുറകെ ചെല്ലുന്നുണ്ട്. അവനും കണ്ണിറുക്കി കാണിച്ചിട്ട് നേരെ ഷവറിനടിയിലേക്ക് പോവാണ്. ഹീറോ അവന് പുറകെ ചെല്ലുമ്പോൾ ചെറുക്കന് സന്തോഷമായി. എന്നാൽ പെട്ടെന്ന് ഹീറോ തന്റെ ID കാർഡ് എടുത്ത് കാണിച്ചിട്ട്, ഞാൻ പോലീസാ, എനിക്കിതിന്റെ ID ഉടനെ ചെക്ക് ചെയ്യണം. ഈ ജിമ്മിനെതിരെ പരാതി വന്നിട്ടുണ്ട്. ഇവിടെ ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ടിപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറയും. ഹീറോയുടെ കൂടെ തന്നെ ഒരു ഗുണ്ട് പോലീസും വരുന്നുണ്ട്. മറ്റേ ചെറുക്കൻ ഒരു ഗേ ആണ്. അതുകൊണ്ടാണ് ഹീറോ അവനെ പറ്റിക്കാൻ നോക്കിയത്. എന്നാൽ ആ ചെറുക്കൻ ഫോണിൽ വീഡിയോ എടുക്കാൻ തുടങ്ങും. ഒരു എവിഡൻസും ഇല്ലാതെ, ഒരു വാറണ്ടും ഇല്ലാതെ ആരെയും ചോദ്യം ചെയ്യാൻ പോലീസുകാർക്ക് അവകാശമില്ല. അതുകൊണ്ട് ഇത് പബ്ലിക് വയലേഷനാണെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇവരെ വീഡിയോ എടുക്കുന്നു. ഈ ചെറുക്കന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും എവിഡൻസ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഹീറോയും കൂട്ടുകാരനും പെടും. അപ്പോഴാണ് ഈ ID കാർഡിനെ സൂക്ഷിച്ചു നോക്കുമ്പം ഹീറോയ്ക്ക് അതിൽ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ അടയാളങ്ങൾ കാണാം. കിട്ടിയടാ കിട്ടി, ഇവൻ ഡ്രഗ് അടിക്കുന്നുണ്ട്, ഇവന്റെ ബാഗ് ചെക്ക് ചെയ്യുന്നും പറഞ്ഞ് ഹീറോ കൂട്ടുകാരനോട് അവന്റെ ബാഗ് ചെക്ക് ചെയ്യാൻ പറയും. എന്നാൽ ഈ ചെറുക്കൻ സമ്മതിക്കുന്നില്ല. ഇവരെ തടയുവാണ്. ഹീറോ അവനെ കയ്യെ വാരി നിലത്തടിയും. അവനാണെങ്കിൽ ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് കൊക്കൈൻ്റെ ചെറിയൊരു പൊതി ഇവർക്ക് അവന്റെ ബാഗിൽ നിന്നും കിട്ടി. അതുകൊണ്ട് എവിഡൻസ് സഹിതം ചെറുക്കനെ ഇവർക്ക് പിടിക്കാൻ പറ്റി. ഇപ്പൊ കേസ് പിടിച്ച സന്തോഷത്തിൽ ഹീറോ സ്റ്റേഷനിലേക്ക് വരാം. കൂടെ തന്നെ ഗുണ്ട് കൂട്ടുകാരനുണ്ട്. ഈ ഗുണ്ട് കൂട്ടുകാരനും ഒരു ഗേ ആണ്. ഹീറോയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഹീറോ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ അവനേതെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമോ സ്നേഹിക്കാൻ എന്ന ശ്രമത്തിലായിരിക്കും. കുറച്ചൊക്കെ ഇഷ്ടമുള്ള മറ്റൊരു ഓഫീസറുണ്ട് ഇതേ സ്റ്റേഷനിൽ. എന്നാൽ ആ ലേഡി ഓഫീസർക്ക് ഹീറോയെ ഇഷ്ടമല്ല. ഇവര് 2 പേർക്കും ഒരേ റാങ്ക് ആയതുകൊണ്ട് എപ്പോഴും അടിയായിരിക്കും പരസ്പരം. ഇപ്പൊ ഹീറോയ്ക്ക് കേസ് പിടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവള് കളിയാക്കുമ്പോൾ ഹീറോ അവളോട് പറയും, അറ്റ്ലീസ്റ്റ് ഒരു പോലീസുകാരനെ പോലെ ഞാൻ കേസ് പിടിക്കാനെങ്കിലും പോകുന്നുണ്ട്. നിന്റെ ജോലി എന്താ? ഓഫീസർമാരെ നെഞ്ചത്ത് പതക്കം കുത്തി കൊടുക്കല്, അവർക്ക് ചായ കൊടുക്കല്. അതിലും ഭേദമാണ് എന്റെ തൊഴിലെന്ന് ഹീറോ പറയും. 2 പേരും തമ്മിൽ ശരിക്കും ഇടിയാവുകയാണ്. അപ്പോഴായിരിക്കും ക്യാപ്റ്റൻ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ പറയും, നീ കേസ് പിടിച്ചതിലൊക്കെ സന്തോഷം, പക്ഷേ ആ ചെറുക്കൻ നിനക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നീ അവനെ അനാവശ്യമായി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എവിഡൻസ് അവന്റെ കയ്യിലുണ്ട്. സോ മോളിൽ നിന്നുള്ള തീരുമാനം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. അത് ഓർഡർ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറയും ക്യാപ്റ്റൻ. ഹീറോ ആണെങ്കിൽ അപ്പൊ ആ ചെറുക്കനെ ഗേ എന്നും പറഞ്ഞ് കളിയാക്കി ചീത്ത പറയാ. ഹീറോയ്ക്ക് ഗേ ആയിട്ടുള്ള ആമ്പിള്ളേരെ ഇഷ്ടമല്ല. ഇതേ സമയത്ത് ആ ലേഡി ഓഫീസർ ഹീറോ ഒരു സ്വാർത്ഥനാണെന്നും പറഞ്ഞ് അവനെ ചീത്ത പറയും. ഹീറോയ്ക്ക് ബാക്കിയുള്ള ഗേ പയ്യന്മാർ ഇഷ്ടമല്ലെങ്കിലും നമ്മുടെ ഗുണ്ടുപാപ്പിന് ഇഷ്ടമാണ്. അപ്പോഴായിരിക്കും പോലീസുകാർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്ന സിറ്റിയിലെ ഒരു റൗഡി ഇപ്പൊ ഡ്രഗ്സുമായി കാറിൽ കടന്നു കളയാൻ ശ്രമിക്കുന്നു. അവൻ സിറ്റി വിട്ട് പോയാൽ പിന്നെ അവർക്ക് പിടുത്തം കിട്ടില്ല. സോ ഉടനെ ഓടിച്ചെല്ലണം. ഹീറോയും മറ്റു പോലീസുകാരും കൂടെ ചേർന്ന് ഈ ലോക്കൽ റൗഡിയെ ചേസ് ചെയ്ത് പിടിക്കാൻ നോക്കുക. അവനാണെങ്കിൽ അതിവേഗത്തിലായിരിക്കും പോകുന്നു. ഹീറോ തന്റെ കാറുമായി അവനെ സർക്കസ് കാണിച്ച് പിടിക്കാൻ നോക്കിയിട്ട് അവസാനം 2 അപ്പൂപ്പന്മാരുടെ കാറിനിടയിൽ കൊണ്ടുപോയി തന്റെ കാർ കുടുക്കി വെച്ചിട്ട് മാനത്ത് നോക്കി നിൽക്കുകയായിരിക്കും. അപ്പൊ ആ റൗഡി ചെറുക്കൻ ഹീറോയെ നോക്കി പല്ലിളിച്ചിട്ട് തന്റെ കാറും കൊണ്ട് രക്ഷപ്പെട്ടു പോവാ. എന്നാൽ ഇവരെ ഭാഗ്യത്തിന് ആ റൗഡിക്ക് അധിക ദൂരം രക്ഷപ്പെടാൻ കഴിയില്ല. അവനവൻ്റെ കാറിൻ്റെ കൺട്രോള് പോയി. അതൊരു ടെമ്പോ കയറി ഇടിച്ച് ആകാശത്തേക്ക് പറന്ന് മറിഞ്ഞ് വീഴാണ്. എന്നാൽ ആ താഴെ കിടക്കുന്നവനെ പോയി പിടിക്കാൻ പോലും ഹീറോയ്ക്ക് പറ്റുന്നില്ല. കാറ് വേറൊരു സ്ഥലത്ത് കുടുങ്ങി. സോ ഹീറോയെ വിട്ട് നമ്മുടെ ലേഡി ഹീറോയിൻ ആ റൗഡിയെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിച്ചെല്ലും. അവനൊരു പഴയ ബിൽഡിങ്ങിലേക്കൊക്കെ ഓടിക്കയറി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആക്ഷൻ ലേഡി ചാടി പറന്ന് ബിൽഡിങ്ങിൽ നിന്ന് അവനെ വലിച്ച് നിലത്തിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ഈ ചാട്ടം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ
ആ വില്ലന്റെ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയ സാധനങ്ങളൊക്കെ എവിഡൻസിനായി പെറുക്കി കൂട്ടുകായിരിക്കും. അങ്ങനെ പെറുക്കി കൂട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ചുവന്ന പോസ്റ്റ് കാർഡില്ലേ, അത് ഹീറോയ്ക്ക് കിട്ടും. ഇതവൻ കയ്യിലെടുത്ത് പരിശോധിക്കുമ്പോൾ ആ മുടിക്കൊത്തും നഖവും പിന്നെന്തൊക്കെയോ എഴുത്തുകളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളെ നാട്ടിൽ കൂടോത്രം ചെയ്ത് കുങ്കുമവും നാരങ്ങയൊക്കെ റോട്ടിയിടില്ലേ, അതുപോലെ എന്തോ അവരെ നാട്ടിൽ ചെയ്യുന്നതാണ് ഈ സാധനം. ഹീറോ ഇത് കയ്യിലെടുത്ത ഉടനെ നമ്മൾ നേരത്തെ കണ്ട ആ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൂട്ടുകാരും ഓടി വന്ന് കിട്ടി 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 ചെക്കനെ കിട്ടി, നല്ല ചന്തമുള്ള ചെക്കനെ കിട്ടിയെന്നും പറഞ്ഞ് ഹീറോയെ പൊതിഞ്ഞു വളയും. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടാവുന്നൊക്കെ ഈ അമ്മൂമ്മ പറയുന്നുണ്ട്. ഹീറോയ്ക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവില്ല. അവൻ ആ പൊതി ഇവരുടെയാന്ന് വിചാരിച്ചിട്ട് ഞാനിത് എവിഡൻസാന്ന് പറഞ്ഞെടുത്താ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം, ഞാൻ തിരിച്ചു വെക്കാന്ന് പറഞ്ഞ് തിരിച്ചു വെക്കാൻ വേണ്ടി താഴത്തേക്ക് കുനിയും. അപ്പോഴാണ് ഈ പൊതിക്കകത്ത് ഒരു ആണിന്റെ ഫോട്ടോ കാണുന്നത്. ഇത് കണ്ട് ഹീറോ ചോദിക്കും ഇത് ആരാണെന്ന്. അപ്പോഴാണ് ആ അമ്മൂമ്മമാര് പറയുക അത് മരിച്ചുപോയൊരു പയ്യനാണ്, അവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളത് നിലത്തിട്ടേന്ന്. അപ്പൊ ഹീറോ നിങ്ങൾക്കൊക്കെ പ്രാന്താണോ, ഒരാണിനെ കൊണ്ടാണ് ആണിനെ കെട്ടിക്കുന്നത്, മാറിപ്പോയ്ക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പിടിച്ച് ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പൊ ഈ അമ്മൂമ്മമാര് അതെന്താ ആണിനെ കല്യാണം കഴിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ലീഗലല്ലേ, നീ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആവണം, ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കരുത്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും ഇവിടെ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, എന്തായാലും എനിക്കത് വേണ്ട, ഞാൻ ആരെയും കെട്ടാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് ഇവൻ ആ കവർ നിലത്തേക്ക് വെക്കും. അപ്പൊ ഈ അമ്മൂമ്മമാര് അരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. ഹീറോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് തിരിയുമ്പം ഈ പോസ്റ്റ് കവർ നേരെ വന്ന് കവട്ടെ ഒട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട്. അവനത് തട്ടിപ്പറിച്ച് കളയും. അപ്പൊ ഈ അമ്മൂമ്മമാര് നീ ഇനി വേണ്ടാന്ന് പറഞ്ഞാലും അവൻ നിന്നെ വിടാൻ പോകുന്നില്ല, ഇത് വിധിയാ, അവന് നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു, നീ ഇത് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ മൊത്തം നിർഭാഗ്യങ്ങളായിരിക്കും, എന്ത് ചെയ്താലും നിനക്ക് പണി കിട്ടും, ആ പ്രേതം നിന്റെ ചന്തി കടിക്കും. ഹീറോ കടിക്കുകയാണെങ്കിൽ കടിച്ചോട്ടെ, അതിന് ഞാൻ മറ്റൊരു കേസ് എടുത്തോളാം, എനിക്കിനി ജീവിതത്തിൽ നിർഭാഗ്യം ഉണ്ടായാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഒരു ആണിനെ കെട്ടാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് മാറിപ്പോവാം. അത് കഴിയുമ്പോൾ ഹീറോയിനെ അറസ്റ്റ് ചെയ്ത ആ ലോക്കൽ റൗഡീനെയും പിടിച്ചുകൊണ്ട് ഇവർ സ്റ്റേഷനിലേക്ക് വരുന്നു. ഹീറോ തൻ്റെ ടേബിളിനടുത്തേക്ക് വരുമ്പോഴാണ് താൻ വലിച്ചെറിഞ്ഞ ആ ചുവന്ന കത്ത് ഇപ്പൊ ടേബിളിൽ ഇരിക്കുന്നതായിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ ആ മുത്തിയമ്മമാര് പറഞ്ഞത് സത്യമാണോ? ഹീറോ തൊട്ടടുത്തിരിക്കുന്ന ബബ്ലുവിനോട് ചോദിക്കും ഇവിടെ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നോടാന്ന്. അപ്പൊ അവൻ പറയാണ് ഇത്രയും നേരമായിട്ട് ഇവിടെ ഇരിക്കുന്ന എന്നെ പോലും ആരും അന്വേഷിക്കുന്നില്ല, പിന്നെ നിന്നെ ആരാണ് അന്വേഷിച്ച് വരാൻ പോകുന്നു. ഇത് കേട്ട ഉടനെ ഹീറോയ്ക്ക് വീണ്ടും പേടിയായി. അവൻ ആ ചുവന്ന കവറെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടിട്ട് ഒന്നും മിണ്ടാതെ തന്റെ ചെയറിൽ കയറി സമാധാനമായിട്ടിരിക്കുക. പെട്ടെന്നായിരിക്കും ആരോ വന്ന് പുറകെ തൊടുന്നു. ഇവൻ പേടിച്ച് നിലവിളിക്കും. നോക്കുമ്പോണ്ട് അത് ക്യാപ്റ്റൻ പറയാണ് ചീഫിന്റെ കല്യാണം പ്രമാണിച്ച് എല്ലാവർക്കും ഞാൻ ബോണസ് കൊടുത്തു, നിനക്ക് ഞാൻ ബോണസ് തന്നിട്ടുണ്ടായിരുന്നു ചുവന്ന കാർഡിൽ, നിനക്കത് കിട്ടിയില്ല എന്ന്. ഇത് കേട്ടുടനെ ബബ്ലുവിനെ നോക്കി നല്ല പച്ച തെറി വിളിയും. ഇതല്ലടാ ഗുണ്ടാ ഞാൻ ചോദിച്ചെന്നും പറഞ്ഞു. എന്നിട്ട് ഓടിപ്പോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ നോക്കുമ്പോൾ അതിലുള്ള വേസ്റ്റ് എല്ലാം പഞ്ചായത്ത് നിർമ്മാർജ്ജന ടീം 50 രൂപയും വാങ്ങിച്ച് കയ്യിലെടുക്കാൻ പറ്റുന്ന വേസ്റ്റുകൾ മാത്രം എടുത്തോണ്ട് പോയിരിക്കുന്നു. ഹീറോ അവരെ വണ്ടിക്ക് പുറകെ ഓടിച്ചെല്ലും. പോകല്ലേ എന്റെ പൈസ അതിനകത്തുണ്ടെന്നും പറഞ്ഞു ഓടി റോഡ് ക്രോസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരു മിനിഡോർ വന്ന് അവന്റെ മണ്ടക്കിടിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ക്യാപ്റ്റൻ സ്റ്റേഷനിൽ ഏതോ ഒരു കേസിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഹീറോ സാർ ഇത്തിരി വൈകിപ്പോയി എന്നും പറഞ്ഞ് കയറി വരുന്നു. അവൻ്റെ കയ്യും തലയൊക്കെ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ചോദിക്കും നീ പറയാതെ സിഗരറ്റ് വലിക്കാൻ പോയതാണോ? അതിന് ഹീറോ ഞാനൊന്ന് ബാത്റൂമിൽ വീണതാ, ഇപ്പെല്ലാം ശരിയായെന്ന് പറഞ്ഞ് തിരികെ വന്നിരിക്കുന്നു. അത് കഴിയുമ്പോൾ ക്യാപ്റ്റൻ ഇവർ പിടിച്ച ആ ഡ്രഗ് റൗഡിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ വെറും ഒരു കൈ മാത്രമാണ്. ആ ചങ്ങായിക്ക് മുകളിലായി വേറെയും പല ഡോൺസും ഉണ്ട്. അതിലെ മെയിൻ ഡോൺ ആണ് ഹെസിയോ യുവാൻ. അയാളാണ് ഈ സിറ്റിയിൽ ആകെ മൊത്തം ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന മെയിൻ ഡ്രഗ് ലോഡ്. എന്നാൽ പുള്ളിക്കെതിരെ ഇതുവരെ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല, അയാളെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അയാളെ പിടിച്ചാൽ ഈ ഡ്രഗ് കാർട്ടൽ മൊത്തം നമുക്ക് അവസാനിപ്പിക്കാം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇത്തവണ വിത്ത് എവിഡൻസ് എങ്ങനെയെങ്കിലും നമുക്ക് അയാളെ ലോക്ക് ചെയ്യണം. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുന്നും പറഞ്ഞ് പോലീസുകാരെല്ലാം അലേർട്ട് ചെയ്യുകയാണ് ക്യാപ്റ്റൻ. അത് കഴിഞ്ഞിട്ട് ഹീറോയോട് ചീഫ് നിന്നെ വിളിച്ചിട്ടുണ്ട്, നിനക്കൊരു പ്രത്യേക സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞു, പോയി കാണാൻ പറയും. അപ്പൊ ഹീറോയാണെങ്കിൽ ഒരുപക്ഷെ ഈ ലാസ്റ്റ് കേസിൽ എന്റെ പ്രകടനം കണ്ടിട്ട് എനിക്ക് പ്രമോഷൻ തരുന്നതാണോ എന്ന് വിചാരിച്ച് ചീഫിനെ ചെന്ന് കാണുമ്പോൾ അങ്ങേര് പറയും നിന്നെ ഡീപ്രമോട്ട് ചെയ്തിരിക്കുന്നു, ഇപ്പൊ നീ ഒരു PC ആണ്, നിന്നെ ജോലിന്ന് പുറത്താക്കാനാ മോളിന്ന് പറഞ്ഞത്, ഞാനായതുകൊണ്ട് നിന്നെ ട്രാൻസ്ഫർ മാത്രമേ ചെയ്യുന്നുള്ളൂ, അടുത്തുള്ള ലോക്കൽ സ്റ്റേഷനിൽ ചെന്ന് കണക്കെഴുതുന്ന ജോലി ചെയ്തോളാൻ പറയും. ഹീറോയ്ക്ക് ഒന്നിനു പുറകെ ഓരോന്നായി പണി കിട്ടിക്കൊണ്ടിരിക്കുക. അവൻ എന്തായാലും ഇപ്പൊ ലോക്കൽ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടുന്ന് കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു അമ്മച്ചി, കംപ്ലൈന്റ് പറയാൻ വന്ന അമ്മച്ചി ഇരുന്ന് കരയുന്ന കാണുക. ഇവൻ ആ സ്റ്റേഷനിലെ പോലീസുകാരോട് ആ അമ്മ എന്തിനാ കരയുന്ന, അവരുടെ കേസ് എന്താണെന്ന് ചോദിച്ചോ എന്ന് ചോദിക്കും. അപ്പൊ ആ പോലീസുകാര് ഏതമ്മച്ചി, ഇവിടെ ആരുമില്ലല്ലോ, നീ ആരെക്കുറിച്ചാ പറയണെന്ന് ചോദിക്കുക. ഹീറോ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ത്രീയെ കാണുന്നില്ല. അപ്പം പേടിച്ചരണ്ടു പോ. പെട്ടെന്നുണ്ട് ആ സ്ത്രീ അടുത്ത് വന്ന് നിനക്കെങ്കിലും എന്നെ കാണുന്നുണ്ടല്ലോ, നീ നല്ല മനുഷ്യനാണെന്ന് പറയും. ഹീറോ ആ പ്രയത്തിനെ കണ്ട് പേടിച്ച് പുറകിലേക്ക് മാറുക.
അപ്പണ്ട് ആ സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ ചിരിക്കുന്നു. അവര് ഹീറോയെ പറ്റിച്ചായിരുന്നു. ആ സ്ത്രീ അവർക്കും കാണാം അതേതൊരു പാവം പിടിച്ച മാനസിക പ്രശ്നമുള്ള ഒരു ചേച്ചിയാണ്. എന്തായാലും അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തോക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി ഹീറോ ലോക്കർ മുറിയിലേക്ക് ചെല്ലും. അവിടുന്ന് തോക്കിലുള്ള ബുള്ളറ്റുകളെല്ലാം മാറ്റിവെച്ചിട്ട് അവസാനം ഈ തോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെറ്റൽ ബോക്സ് ഉണ്ട്, അതിനകത്തേക്ക് വെടിവെക്കണം. ഈ തോക്കിലെ എല്ലാ ബുള്ളറ്റും മാറ്റിക്കഴിഞ്ഞു. ഇനി അത് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അതിനാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഹീറോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ബുള്ളറ്റും കൂടെ ബാലൻസ് കാണും. അതെങ്ങനെയാ വന്നേന്നറിയില്ല. അങ്ങനെ ഷൂട്ട് ചെയ്തത് മിണ്ടാതെ പെട്ടിക്കകത്ത് അടങ്ങിയിരിക്കേണ്ടതാ. എന്നാൽ ആ ബുള്ളറ്റ് പുറത്ത് വന്ന് ഹീറോയുടെ തൊട വലിച്ച് കീറിക്കളയും. അപ്പോഴാണ് അവൻ ഓർമ്മ വരിക, നീ ആ ഗോസ്റ്റ് മാരേജ് വേണ്ടെന്ന് വെച്ചാൽ, ആ പ്രേതത്തെ നിന്ദിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ മൊത്തം നിർഭാഗ്യങ്ങൾ മാത്രമായിരിക്കും. ഹീറോ ഉടനെ ഓടി ചെല്ലാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക്. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഇതേ അവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അമ്മൂമ്മ തൻ്റെ മരിച്ചുപോയ പേരക്കിടാവിനെ കൊണ്ട് ഹീറോയെ കല്യാണം കഴിപ്പിക്കുക. അതിനുള്ള സെറിമണിയാണ് ഇപ്പോൾ നടക്കുന്നത്. അമ്മൂമ്മയുടെ കൂട്ടുകാരികളൊക്കെ ഓടി വന്ന് ഹീറോയെ തൊട്ട് തലോടി അഭിനന്ദിക്കുകയാണ്. നീ നല്ല തീരുമാനം എടുത്ത്, മോമ നല്ല പയ്യനാ, നിനക്ക് നന്നായിട്ട് ചേരും. ഇനി നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അമ്മൂമ്മ അടുത്തേക്ക് വന്നിട്ട് പറയും, എന്നെ അമ്മൂമ്മയെന്ന് വിളിച്ചേ, അമ്മൂമ്മയെന്ന് വിളിച്ചേ. ഹീറോ ഒരു ജീവച്ചവം പോലെ ആ അമ്മൂമ്മേനെ അമ്മൂമ്മയെന്ന് വിളിക്കും. അമ്മൂമ്മ പറയാണ്, ഇന്ന് മുതൽ മരിച്ചുപോയ മോമോ മാത്രമല്ല, നീയും എൻ്റെ പേരക്കിടാവായിരിക്കും. അവരവരുടെ മോമോയുടെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കും. അവൻ ഒരുപാട് നല്ല പയ്യനായിരുന്നു. അവനെ കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ അവസാനം വരെ അത് കഴിഞ്ഞില്ല. അവനെ കല്യാണം കഴിപ്പിക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതിപ്പോഴാണ് സാധ്യമാകുന്നത് നിന്നിലൂടെ. അതിനൊരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് അമ്മൂമ്മ ഇവരെ കെട്ടിക്കാനുള്ള പൂജാരിയെ വിളിക്കും. അയാളൊരു ബൊമ്മയുണ്ടാക്കി വെച്ച് അതിനെ മോമോ ആയിട്ടും ഹീറോയെ വരനായിട്ടും ഇരുത്തി കല്യാണ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. ഹീറോയും അയാൾ പറയുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങും. ഇതിൽ ആ ആത്മാവിനോട് സമ്മതം വാങ്ങിക്കാൻ വേണ്ടി 2 പകിട വലിച്ചെറിയണം. അത് മലർന്ന് വീണാലാണ് സമ്മതം കിട്ടിയെന്ന് അർത്ഥം വരിക. പുള്ളിക്കാരനത് വലിച്ചെറിയും, മലർന്ന് വീഴുന്നു. എന്നാൽ ഇതേ സമയത്ത് ആ മരിച്ചുപോയ മോമോയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ കല്യാണം ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്, ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് പുള്ളി ദേഷ്യപ്പെട്ട് വരിക. അപ്പൊ പൂജാരിയാണെങ്കിൽ മോമോ സമ്മതിച്ചു, ഇനി നമുക്ക് കല്യാണം നടത്താന്ന് പറയും. എന്നാൽ അച്ഛൻ കയറി വന്ന്, ഇമാതിരി തോന്നിയാസൊന്നും ഇവിടെ നടത്താൻ പാടില്ല, ഈ ഗോസ്റ്റ് മാരേജിന് ഞാൻ സമ്മതിക്കില്ല, അതൊന്നും നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, ഒരാണിനെ കൊണ്ട് എന്റെ പയ്യനെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. എന്നാൽ അമ്മൂമ്മയാണെങ്കിൽ, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ പേരക്കിടാവിന് കല്യാണം നടത്തിയേ തീരൂ എന്നുള്ള വാശിയില്ല. അമ്മൂമ്മ ഹീറോയോട് ആ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറയും. ഹീറോ അച്ഛാന്ന് വിളിക്കുന്നു. അയാള്, നിനക്കേത് വകയിലടാ ഞാൻ അച്ഛനായത്, നാണം കെട്ടവനെ ഇറങ്ങിപ്പോടാന്ന് പറയും. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന കൂട്ടുകാരികൾ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, അമ്മൂമ്മ എത്രത്തോളം ആഗ്രഹം കൊണ്ടായി കല്യാണം നടത്തുന്നത്, അവർ നിങ്ങളുടെ അമ്മയല്ലേ, കല്യാണം കൂടിയില്ലെങ്കിലും അവരോട് ബഹുമാനം കാണിക്കേണ്ടതാണെന്ന് പറയും. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പം അമ്മൂമ്മ, നീ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഞാനിത് നടത്തിക്കോളാം, ഇതെന്റെ വീടാന്നും പറഞ്ഞ് ആ ഡാഡിയെ പിടിച്ച് പുറത്താക്കും. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. നടപ്പില്ല. എന്തായാലും ഇപ്പൊ ചടങ്ങെല്ലാം വൃത്തിയായി പൂർത്തിയായി. അവർ 2 പേരും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. പ്രേത കല്യാണം വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ജാഥ പോവാണ്. പീപ്പിയൊക്കെ ഊതി ചെണ്ടയൊക്കെ കൊട്ടി ജാഥ പോവില്ലേ, അങ്ങനെ പിപ്പിരിപ്പോ എന്ന് പറഞ്ഞ് ജാഥ പോകുന്നു. ഈ ജാഥ നേരെ ഹീറോയുടെ വീട് വരയ്ക്കും ചെല്ലും. അമ്മൂമ്മയും കൂട്ടുകാരികളും ഒരുപാട് സമ്മാനങ്ങൾ ഹീറോയ്ക്ക് കൈമാറുന്നുണ്ട്. ഇന്ന് രാത്രി പ്രേതവുമായിട്ട് ഹീറോയ്ക്ക് ആദ്യ രാത്രിയാണ്. ആ മരിച്ചുപോയ പയ്യന്റെ പടവും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത റൂമിലാണ് ഹീറോയ്ക്ക് ആദ്യ രാത്രി. മോമോയുടെ കൂടെ 3 ദിവസം കിടക്കണമെന്നാണ് പൂജാരി പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറിക്കിടക്കാം. 3 ദിവസം ആദ്യ രാത്രിയാണ്. ഹീറോ കിടക്കുന്ന ബെഡിൽ മോമോയുടെ ഷർട്ടും പാൻറ്റും വിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനരികിൽ തന്നെ ഹീറോയോട് കിടക്കാൻ പറയും. ഇപ്പൊ ഹീറോ, ഞാൻ അറിയാതെ ആ തുണിയിൽ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുക. അതിന് പൂജാരി പറയും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ സാധാരണയാ, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു പറയും. അപ്പൊ അമ്മൂമ്മ, അതിന് നമുക്കറിയില്ലല്ലോ ആരാണ് മോളിൽ കിടക്കുന്നത്, ആരാണ് താഴെ കിടക്കണമെന്ന്, അത് അവര് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നാണിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ് ഹീറോ ആ തുണിക്കരികിലായി ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പണ്ട് പുറകിലൊരു രൂപം ഹീറോയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം. പെട്ടെന്ന് ഹീറോ പേടിച്ചെഴുന്നേറ്റ്, നിന്റെ തുണി കണ്ടാലൊന്നും ഞാൻ പേടിക്കില്ലടാ, എന്നോട് തമാശ കളിക്കണ്ട, എന്റെ ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോന്നും പറഞ്ഞ് ആ തുണി അവിടെ നിന്ന് വലിച്ചു കളയും. അത് കഴിഞ്ഞ് സമാധാനത്തോടെ ബാത്റൂമിൽ ചെന്ന് കുളിക്കുകയാണ്. അപ്പം എന്തോ ചെറിയ ശബ്ദങ്ങളും മറ്റാരുടെയോ പ്രസൻസും ഹീറോയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അവനത് ആദ്യം കാര്യമാക്കില്ല. ഈ സോപ്പ് കയ്യിൽ നിന്ന് തെറിച്ചു പോകുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നത്. എന്തായാലും പൂർണ്ണ നഗ്നനായി ധൈര്യം സംഭരിച്ച് അവൻ ആ സോപ്പ് കാല് കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എടുക്കാൻ ശ്രമിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ മരിച്ചുപോയ മോമോയുടെ രൂപം അവന്റെ കാലിനടിയിലൂടെ വന്നിട്ട്, ഹലോ, നീ ഇത്ര സുന്ദരനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയാ. ഹീറോ പേടിച്ചരണ്ട് പെട്ടെന്നൊരു തുണി എടുത്ത് ഉടുത്തിട്ട്
ഇറങ്ങിപ്പോടാ വൃത്തിയിട്ടാണ് എൻ്റെ മുറിയിന്ന്. ഒരാണ് തുണിയില്ലാത്ത മുറിയിലേക്കാണ് കടന്നു വരുന്നത്. നിനക്ക് നാണമില്ലേ? ആദ്യം നീ വല്ലതും എടുത്ത് ഉടുക്കടാന്ന് പറയും. അപ്പം മോമോ എനിക്കിപ്പോൾ തുണിയെടുക്കാൻ മൂടില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുളിച്ചാലോ എന്ന് ചോദിക്കുക. ഉടനെ ഹീറോ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോടാ ഫാഗോട്ട് എന്ന് പറയും. ഈ ഫാഗോട്ട് എന്ന് പറഞ്ഞാൽ ഗേ ആയിട്ടുള്ള ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന തെറിയാണ്. ആ തെറി നമ്മുടെ പ്രേതത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ആ പ്രേതം എവിടെ പോയതാന്ന് നോക്കുമ്പോൾ അത് കീറി ഹീറോയുടെ തോളത്തിരിപ്പുണ്ട്. ഇറങ്ങിപ്പോടാ നാണം കെട്ട ഫാഗോട്ട് എന്നും പറഞ്ഞ് ഹീറോ മോമോയെ തല്ലി ഓടിക്കാൻ നോക്കുക. അപ്പോൾ മോമോ പറയും, ഇനി ഒരു തവണയും കൂടെ നീ ഫാഗോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറും. എനിക്കും നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഗോസ്റ്റ് മാരേജിൽ എനിക്കും വിശ്വാസമില്ലായിരുന്നു. ആ പകിടയിൽ പറ്റിയ മിസ്റ്റേക്കാ. ഞാനത് തിരിച്ചിടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ മണ്ടം പൂജാരി അത് കയ്യിലെടുത്തു. അങ്ങനെയാണ് ഞാൻ നിന്റെ വലയെ കുടുങ്ങിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ എൻ്റെ ഭർത്താവാ, അതുകൊണ്ട് എന്നെയും ഒരു ഭർത്താവായിട്ട് സ്വീകരിക്കും. ഇത് കേട്ട് ഹീറോ വീണ്ടും അവനെ ഫാഗോട്ടെന്ന് വിളിക്കും. വിളിച്ചിട്ട് ഓടാൻ നോക്കുമ്പോൾ ഡോറി തലമുട്ടി തെറിച്ച് വീഴാണ്. അടിവെട്ട് നിലത്തിടക്കുന്ന ഹീറോയോട് മോമോ പ്രേതം വീണ്ടും ചോദിക്കും, ഇപ്പം ഞാൻ ഫാഗോട്ടാണോ നിന്റെ ഹബ്ബിയാണോ? ഹീറോ വീണ്ടും പറയാണ് ഫാഗോട്ടെന്ന്. ഉടനെ മോമോ ഒരു കൊടിയ പ്രേതമായിട്ട് മാറുക. ഇതാണ് നിന്റെ ലാസ്റ്റ് ചാൻസ്, പറയടാ ഫാഗോട്ടാണോ ഹബ്ബിയാണോ? അപ്പോഴും ഹീറോ ഫാഗോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. കാരണം റോഡിലൊരു പോലീസുകാരൻ ബൈക്കുകാരനോട് ലൈസൻസ് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തുണിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ റോഡിലൂടെ ഓടിപ്പോകുന്ന കാണും. അത് മറ്റാരുമല്ല, ഹീറോയാണ്. ഹീറോ ആ പോലീസുകാരൻ്റെ മുന്നിലൂടെ ഒരു ഗേയെ പോലെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് തുണിയില്ലാതെ ആൾക്കാരുടെ ഉമ്മറത്തൂടെ ഓടി നടക്കുന്നു. അത് പബ്ലിക് ന്യൂസൻസാ. സോ പോലീസുകാരൻ ഹീറോയെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടിച്ചില്ല. ഹീറോ റോഡിൽ കാണുന്ന ഒരു പോസ്റ്റിൽ പിടിച്ച് ബാറിലെ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന പോലെ തല കീഴായി ഡാൻസ് കളിക്കാൻ തുടങ്ങും. പോലീസുകാരനാണെങ്കിൽ ഇവന് തുണിയില്ലാത്തതുകൊണ്ട് അടുത്തു പോകാനും മടി. അപ്പോഴായിരിക്കും ഹീറോയുടെ ശരീരത്തിൽ കൂടിയ ആ പ്രേതം പുറത്തേക്ക് വരുന്നു. സോ മോമോ ആയിരുന്നു ഹീറോയെ ഒരു ഗേയെ പോലെ ഇത്രയും നേരം തുണിയില്ലാതെ ഡാൻസ് കളിപ്പിച്ചത്. ഇപ്പൊ ബോധം വരുന്ന ഹീറോ തന്റെ രൂപം കണ്ട് പേടിച്ച് കൈ രണ്ടും പൊത്തിപ്പിടിച്ച് ഓടി രക്ഷപ്പെടുക അവിടുന്ന്. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ 2 പോസ്റ്റ് ഇടുപ്പിൽ വെച്ച് ഹീറോ നേരെ പൂജാരിയുടെ വീട്ടിലേക്ക് എത്തി. തുണി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ രക്ഷപ്പെടുത്തണം സ്വാമി എന്ന് പറഞ്ഞ് ഹീറോ പൂജാരിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് തനിക്കുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ആ പ്രേതം ഇവന്റെ ശരീരത്തിൽ കയറിയതും പറയും. അപ്പൊ പൂജാരി, അങ്ങനെ ആ പ്രേതം ശരീരത്തിൽ കയറണമെങ്കിൽ നീ അതിനെ കാര്യമായി ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഈ നല്ല പ്രേതങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് കയറുന്നത് അതിന്റെ ഹെൽത്തിന് നല്ലതല്ല. അതിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയൂത്രേ. അതിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് അതൊരുമാതിരി നേർത്ത അവസ്ഥയിലാകും, അങ്ങനെ ചത്തുപോകും. അതുകൊണ്ട് പ്രേതങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്ന് പൂജാരി പറയും. അത് കേട്ട ഹീറോ, അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ ചത്തിട്ടുണ്ടാവും, എനിക്കിനി സമാധാനമായിട്ട് തിരിച്ചു പോകാമല്ലോ എന്നും പറഞ്ഞ് തിരിയുമ്പോഴാണ് ആ മോമോ അവിടെ പീഠത്തിനരികിലായിട്ട് ഇരിക്കുന്നത് കാണുക. ഉടനെ ഹീറോ പൂജാരിയോട് പറയും, അവൻ ചത്തിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, എൻ്റെ പുറകെ വന്ന് ആ പീഠത്തിനടിയിൽ അവൻ ഇരിപ്പുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ പൂജാരി അങ്ങോട്ട് നോക്കിയിട്ട്, സോറിടാ മോനെ, എനിക്ക് അവനെ കാണാൻ പറ്റില്ല, നീയല്ല അവനെ കെട്ടിയത്, നിനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഹീറോ, എനിക്ക് ആ പ്രേതത്തിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല സ്വാമി, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് വേണ്ട ഈ പ്രേതക്കൂട്ട്. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവനും ഈ കല്യാണത്തിൽ താല്പര്യമില്ലായിരുന്നു അത്രേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ? ഡിവോഴ്സ് കിട്ടിയാൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ. ഇത് കേട്ട സ്വാമി, അത് നല്ലൊരു ഐഡിയ ആണ്, ഇതുവരെ ആരും എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല, നമുക്കെന്തായാലും ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് വീണ്ടും ഡിവോഴ്സിന് വേണ്ടിയുള്ള പകിട എറിഞ്ഞു നോക്കും. പക്ഷേ ആ പകിടയിൽ സമ്മതം കിട്ടുന്നില്ല. സോ ഇതൊരു വിധിയാണ്, നീ അവന്റെ ഭർത്താവായി തിരഞ്ഞെടുക്കപ്പെട്ടവനാ, അതിൽ നിന്ന് നിന്നെ മാറ്റാൻ കഴിയുന്നില്ല. പിന്നെ ഭൂതകാലം നോക്കിയപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നീ അവന്റെ പട്ടിയായിരുന്നു, അങ്ങനെ നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം നീ അവന്റെ ഭർത്താവായത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ആത്മാവിന് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായ ചില ജോലികളുണ്ട്, അത് നീ ചെയ്തു തീർക്കണം. എന്നാ പിന്നെ സമാധാനത്തോടെ ആ ആത്മാവ് ശാന്തി അടഞ്ഞോളും, പിന്നെ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയും. അതിനാദ്യമേ വീട്ടിൽ ചെന്ന് കുറച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ആ പ്രേതത്തിനെ മണപ്പിക്കും. അപ്പോൾ അതിന്റെ ഹെൽത്ത് തിരിച്ചു വരും. അത് കഴിഞ്ഞ് അവന് തീർക്കാനുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിക്കും, അത് തീർത്തു കൊടുക്കുമെന്ന് പറയും. ഇത് കേട്ട ഹീറോ വീട്ടിലേക്ക് വന്ന് പൂജാരി പറഞ്ഞതുപോലെ തന്നെ കുറെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് മോമോയുടെ ആത്മാവിന് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ കൊടുക്കുന്നു. എന്നിട്ട് അവനോട് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ട എന്ത് ഞാൻ ചെയ്തു തരാം, ദയവേത് എന്നെ ഉപദ്രവിക്കരുതെന്ന്. അപ്പം മോമോ ഹീറോയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ നിന്റെ ഭർത്താവാണോ അതോ ഫാഗോട്ടാണോ എന്ന്. ഹീറോ പറയും, ഭർത്താവാണെന്ന്. എന്നിട്ട് ഈ ഭൂമിയിൽ നിനക്ക് തീർക്കാനുള്ള വല്ല ജോലിയുണ്ടോ, ഞാനത് തീർത്തു തരാമെന്ന് പറയാണ്. ഉടനെ മോമോ പറയും, അതെ തീർക്കാനുണ്ട്, ആദ്യം നീ ഗ്ലോബൽ വാർമിംഗ് സ്റ്റോപ്പ് ചെയ്യ്, ഈ ഭൂമിയെ രക്ഷപ്പെടുത്ത്, എന്നാ ഞാൻ പോവാന്ന് പറയാ. ഈ ഗ്ലോബൽ വാർമിംഗ് സ്റ്റോപ്പ് ചെയ്ത് ഭൂമിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ നേരെ അന്റാർട്ടിക്കയിൽ ചെന്ന് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവക്കരടികൾക്ക് ഭക്ഷണം കൊടുക്കും. അതൊന്നും നടക്കില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രമുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്ന് പറയാണ് ഹീറോ. എന്നാ ഞാൻ പോവില്ല എന്ന് പറയും മോമോ. സോ നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ ഒരു മാർഗം കണ്ടുപിടിക്കും. ഈ ധ്രുവക്കരടികൾക്ക് വേണ്ടി 300 രൂപ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കും. ഇത് കണ്ട മോമോ, നീ ഇത്രയ്ക്ക് നാണം കെട്ട പിശുക്കനാണോ, 300 തികയില്ല,
അത് 3000 ആക്കി മാറ്റ്, എല്ലാ മാസവും ഡെബിറ്റ് ചെയ്യുന്ന പോലെ മാറ്റെന്നും പറഞ്ഞ് എല്ലാ മാസവും 3000 രൂപ ഈ ഗ്ലോബൽ വാർമിങ്ങിന് വേണ്ടി ഹീറോ ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ ആക്കും. അത് കഴിഞ്ഞ് ബീച്ചിലെ കുപ്പയൊക്കെ പെറുക്കാൻ പറയാണ്. വേറെ വഴിയില്ലാതെ ഹീറോ അതും പെറുക്കി കൊടുക്കുന്നു. പിന്നെ ഈ മോമോയ്ക്ക് ഒരു വളർത്തു പട്ടി ഉണ്ടായിരുന്നു. അതിനെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഹീറോയോട് അതിനെ വളർത്താൻ പറയും. പക്ഷെ ഹീറോയ്ക്ക് പട്ടി അലർജിയാ, അവനെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പം ഉടനെ മോമോ, നിന്റെ പ്രൊമോഷൻ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയും. നിർഭാഗ്യം നിനക്ക് തരാമെങ്കിൽ ഭാഗ്യവും എനിക്ക് ചെയ്തു തരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുമോ? എന്നാ ഞാൻ ചെയ്തു തരാമെന്ന് പറയും. ഹീറോ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തുതരാം, എന്നെ ഒരു വളർത്തു പട്ടിയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഒരു വളർത്തു പട്ടിയെ പോലെ അഭിനയിക്കുക. സോ ഇനി എന്തായാലും ആ പട്ടിക്കുട്ടിയെ ഹീറോ തന്നെ വളർത്തണം. അത് കഴിഞ്ഞ് അടുത്തൊരു വിഷാണ് ആഴ്ചയിൽ ഒരു തവണ മുത്തശ്ശി ചെന്ന് കാണണം എന്നുള്ളത്. അതേപോലെ ഹീറോ മുത്തശ്ശി ചെന്ന് കാണുന്നു. മുത്തശ്ശി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിയെ കണ്ട് മോങ്ങി കരയായിരിക്കും മോമോ. പിന്നെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇവ മരിക്കാൻ നേരം ഫോണിലുണ്ടായിരുന്ന തുണ്ട് വീഡിയോകൾ അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി. ആരെങ്കിലും ഫോൺ എടുത്ത് അത് കണ്ടു കഴിഞ്ഞാൽ മാനം പോകും. അതുകൊണ്ട് അതും കൂടെ ഡിലീറ്റ് ചെയ്യണം. ദൈവമേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. സോ ഈ മൊബൈൽ തപ്പാൻ വേണ്ടി ഹീറോ മോമോസിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോഴായിരിക്കും മോമോന്റെ ഡാഡി അങ്ങോട്ട് വരുന്നു. നീ എന്താണ് ഇവിടെ കാണിക്കണേന്ന് പുള്ളി ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഞാൻ കല്യാണ വിരുന്നിന് വന്നാണെന്ന്. അപ്പോഴായിരിക്കും മോമോ അവന്റെ ഫോൺ അച്ഛന്റെ കയ്യിലുള്ളതായിട്ട് കാണാം. അവനുടനെ അച്ഛന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഫോൺ കൈക്കലാക്കണം എന്ന് പറയും. അച്ഛൻ ആ ഫോൺ ചാർജിൽ കൊണ്ടുപോയി കുത്തിയിടുന്നു. എന്നിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് പാസ്വേഡ് അറിയില്ല. ഇത് കഴിഞ്ഞ് ഇവരെല്ലാം അത്താഴം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് ഹീറോ താൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയ കാര്യം ഡാഡിയോട് പറയും. അത് കേട്ട ഡാഡി, ആ ലോക്കൽ സ്റ്റേഷനിലാണ് മോമോ മരിച്ച കേസ് കിടക്കുന്നത്. മോമോ ഒരു കാർ ഇടിച്ചാണ് കൊല്ലപ്പെട്ടത്. അത് ഏത് കാറാണെന്ന് ഇതുവരെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന CCTV ഫൂട്ടേജ് നഷ്ടപ്പെട്ടു എന്നാണ് പോലീസുകാർ പറയുന്നത്. അവരാണെങ്കിൽ ഈ കേസിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുമില്ല. എനിക്കത് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. നീ ആ സ്റ്റേഷനിലാണെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറയാന്ന് അച്ഛൻ പറയും. ഹീറോ ശരിയെന്ന് പറഞ്ഞിട്ട് മോമോയുടെ ഫോൺ ഒന്ന് നോക്കാൻ തരുമോ എന്ന് ചോദിക്കും. എന്തിനാണെന്ന് ഡാഡി ചോദിക്കുമ്പോൾ മോമോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനാ, ഞാനെന്ന് ആ ഫോൺ തുറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറയും. സോ ഡാഡി സംശയിക്കാതെ ആ ഫോൺ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഹീറോ ആ ഫോൺ വാങ്ങിച്ചിട്ട് മോമോ പറയുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യും. അപ്പൊ ഈ മോമോന്റെ കാമുകനുമൊത്തുള്ള ഒരുപാട് ഫോട്ടോസ് അതിനകത്ത് കിടപ്പുണ്ടാവും. തുണിയൊന്നും ഉണ്ടാവില്ല അതിന്. അതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറയാണ് മോമോ. ഹീറോ എല്ലാം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ അറിയാതെ പ്ലേ ആയിട്ട് എന്നൊക്കെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഉടനെ അവൻ വായിൽ കുറച്ച് സൂപ്പ് ഒഴിച്ചിട്ട് സൂപ്പ് പൊള്ളിയതാണെന്നും പറഞ്ഞ് അഭിനയിക്കുക. എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഒരു ഫോട്ടോ മാത്രം, അത് കുറച്ച് വൃത്തിയുള്ളതാണ്, അത് മാത്രം ഡിലീറ്റ് ചെയ്യാതെ ഹീറോയുടെ ഫോണിലേക്ക് മാറ്റാൻ പറയും മോമോ. അങ്ങനെ മാറ്റിക്കഴിഞ്ഞ് അത്താഴവും കഴിഞ്ഞിട്ട് ഹീറോയും മോമോയും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി ഹീറോ ചോദിക്കും, നീ ഒരിക്കൽ പോലും നിന്റെ കാമുകനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവനെയാണോ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത്? അതെന്തിനാണ് എന്നോട് മറച്ചു വെച്ചത്? ഇത് കേട്ട് മോമോ പറയാ, ഞാൻ ഗോസ്റ്റ് മാരേജിൽ ആഗ്രഹിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ കാമുകനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അതാണ് നടക്കാതെ പോയത്. അത് കേട്ടോടനെ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ അതായിരുന്നു നിന്റെ ഡെത്ത് വിഷ്, എന്നിട്ട് ഇത്രയും നാള് നീ അതെന്നോട് പറഞ്ഞിട്ടില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ നമുക്കിതിന് പരിഹാരം കാണായിരുന്നു. ഇത് കേൾക്കുമ്പോൾ മോമോ പറയാണ്, ഞാൻ അവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച സത്യമാണ്, പക്ഷെ എൻ്റെ അച്ഛൻ ഇഷ്ടമായിരുന്നില്ല. ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവനെ കല്യാണം കഴിച്ചാൽ പിന്നീട് ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല, അച്ഛൻ മരിച്ചു എന്ന് വേണം ധരിക്കാൻ, മകനും അച്ഛനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ശകാരിച്ചു. അതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ കള്ളും കുടിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നടന്നു പോയത്. ആ സമയത്താണ് ഏതോ ഒരു കാർ വന്ന് എന്നെ ഇടിച്ച് ഞാൻ കൊല ചെയ്യപ്പെട്ടത്. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റിയതിലല്ല വിഷമം, അവസാനമായിട്ട് ഒരു തവണ പോലും ഞാൻ അവനെ കണ്ടില്ലല്ലോ, അതാണ് എനിക്ക് കൂടുതൽ സങ്കടം. ഇത് കേട്ടുടനെ ഹീറോ, നീ വെറുതെ എന്റെ കുറെ സമയം കളഞ്ഞു, ആദ്യമേ ഇത് പറയണ്ടായിരുന്നോ, ഞാൻ അപ്പം തന്നെ നിന്നെ കൊണ്ടുപോയനെ, എന്റെ കൂടെ വാ, നമുക്ക് അവന്റെ അഡ്രസ്സിലേക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് ഹീറോ മോമോനെയും വിളിച്ച് അവന്റെ പഴയ കാമുകനെ കാണാൻ വേണ്ടി പോവാ. അയാളുടെ ഫ്ലാറ്റിന് മുന്നേ വരെ ഇവരെത്തി. അപ്പൊ മോമോസ് പറയും, നീ അവനോട് പറയും ഞാൻ അവനെ വിട്ടുപോയതിൽ സങ്കടപ്പെടരുത്, എന്നെ മറന്നിട്ട് മറ്റൊരു നല്ല പയ്യനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പറയും. അപ്പോഴായിരിക്കും എന്റെ ആത്മാവിനും സന്തോഷം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക. ഇത് കേട്ടിട്ട് ഹീറോ കോളിംഗ് ബെൽ അടിക്കുന്നു. ആരോ വന്ന് കതക് തുറക്കും. അതാ പഴയ കാമുകനല്ല, പഴയ കാമുകന്റെ വേറെ ഏതോ ഒരു കാമുകനാണ്. സോ മോമോ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചെങ്ങായി വേറെ ഏതോ ഒരുത്തനെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുടനെ മോമോ വിഷമത്തോടെ പുറത്തേക്ക് ചാടി ഇറങ്ങിപ്പോവും. ഹീറോ പിന്നാലെ ചെന്നിട്ട്, നിന്റെ ബോയ് ഫ്രണ്ട് ആള് കൊള്ളാലോ, നീ മരിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും അടുത്ത ആളെ സെറ്റ് ചെയ്തു, ഇവന് വേണ്ടിയിട്ടാണ് നീ ഇത്ര കഷ്ടപ്പെട്ടത്. അത് കേട്ട് മോമോ പറയും, അവൻ അങ്ങനെ കുറ്റപ്പെടുത്തണ്ട, അവൻ നല്ലവനായിരുന്നു, ഞാൻ പോയ വിഷമത്തിൽ വേറെ ആരെങ്കിലും കൂട്ടുപിടിച്ചതായിരിക്കും, എന്തായാലും എനിക്ക് സന്തോഷമായി, അവനിപ്പോൾ എന്നെ ചിന്തിച്ച് കഷ്ടപ്പെടുന്നില്ലല്ലോ. ഇതും പറഞ്ഞ് അവരിങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് ഞാനൊരു ഇൻഫർമേഷൻ പറഞ്ഞോട്ടെ. കുറെ പേരുടെ വിചാരം ഗേ ആവുന്നതും ലെസ്ബിയൻ ആവുന്നതും അവരവര് സ്വന്തം തീരുമാനിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കുറെ പേര്.
നമ്മുടെ നാട്ടിലെ കുറേ പേര്. ആരോ പറയുന്ന കേട്ടു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ട ബാക്കിയുള്ളവർ അതുപോലെ ആവുമെന്ന്. ശുദ്ധ മണ്ടത്തരമാണത്. ഇത് ബൈ ഡിഫോൾട്ട് ജനനത്തിൽ സംഭവിക്കുന്ന. വളരുമ്പോഴേ അവർ മനസ്സിലാക്കുള്ളൂ. നമ്മുടെ ജനന പ്രക്രിയ ബയോളജിക്കലി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ ഈ തെറ്റിദ്ധാരണകൾ മാറും. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരെ കൂടുതലായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ടെങ്ങനെ അതവർ തുറന്നു പറയാൻ പോലും ഭയപ്പെട്ടിരിക്കുകയാണ്. സമൂഹത്തെ പേടിച്ച് ഭയപ്പെട്ടിരിക്കുക. സെയിം ഇമോഷൻ ഫീലിങ്സ് ഉള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ് അവരും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കോമാളിത്തരങ്ങൾ കണ്ട് അവരെ വിലയിരുത്തരുത്. അത് മാറ്റി നിർത്തി അവരെ അംഗീകരിക്കാൻ ശ്രമിക്കൂ. ഇനി കഥയിലേക്ക് തിരിച്ചു വന്നാൽ ഹീറോ മോമോനെയും വിളിച്ചിങ്ങനെ പോകുമ്പോഴായിരിക്കും താഴെ റോഡ് സൈഡിലായി മോമോയുടെ അച്ഛൻ ഇരിക്കുന്ന കാണാം. ഞാനിവിടെ പട്രോളിങ്ങിന് വന്നാൽ നിങ്ങൾ എന്താ ഇവിടെ എന്ന് ഹീറോ ചോദിക്കും. അപ്പൊ അതിന് അച്ഛൻ ഞാൻ മോമോനെ ഇടിച്ച കാർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന. പക്ഷെ ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഇത് അന്വേഷിക്കാൻ കഴിയുന്നില്ല. ഈ മരണത്തിൽ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ ഇതാണ്. മോമോയുടെ ഫോണാണെങ്കിൽ എനിക്ക് തുറക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ എവിഡൻസ് എല്ലാം ഞാൻ നിനക്ക് കൈമാറിക്കൊള്ളട്ടെ. നീയെങ്കിലും അത് പരിശോധിച്ചിട്ട് പറയൂ, എനിക്ക് സമാധാനമാകും. അല്ലാത്ത പക്ഷം ഞാനിങ്ങനെ പ്രാന്തനെ പോലെ കറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ എവിഡൻസ് എല്ലാം ഹീറോയെ ഏൽപ്പിച്ച് സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് മിണ്ടാതെ പോവാണ്. ഇത് കഴിയുമ്പോൾ അന്ന് വൈകിട്ട് ഹീറോ മോമോയ്ക്ക് എങ്ങനെയാണ് അപകടം പറ്റിയെന്ന് ചോദിക്കും. മോമോ മരിക്കുന്ന ദിവസം അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കാത്തതുകൊണ്ട് ഒരുപാട് മദ്യപിച്ചു. എന്നിട്ട് പലതവണ കാമുകനെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാമുകൻ ഫോൺ എടുത്തില്ല. അപ്പൊ തന്റെ വിഷമമെല്ലാം വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് ഇവനിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവായിരുന്നു. അപ്പോഴായിരുന്നു ആ റേസിംഗ് കാർ വന്ന് മോമോയെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവിടുന്ന് വിട്ടടിച്ചു പോയത്. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ വേണ്ടി ആ വണ്ടി ഇടിച്ച സമയത്ത് മോമോ വീഡിയോ എടുത്തിരുന്നു. ഇത് കേട്ടുടനെ ഹീറോ ഇൻസ്റ്റഗ്രാമിലെ ഡ്രാഫ്റ്റ് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ അതിൽ കണ്ണീരൊഴുകുന്നൊരു വീഡിയോ ഈ മോമോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ കാമുകം കാണാൻ വേണ്ടിയിട്ട്, അവന്റെ വിഷമം കാണാൻ വേണ്ടിയിട്ട്. ഇത് ഷൂട്ട് ചെയ്ത് പോകുന്ന വഴിക്കായിരുന്നു വണ്ടി ഇടിച്ചത്. വണ്ടി ഇടിച്ച് മൊബൈൽ താഴെ വീണപ്പോ ഇടിച്ച ആൾ കാറിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നതിന്റെ കാൽ വീഡിയോ മാത്രം കാണാൻ പറ്റുന്നുണ്ട്. മുഖമോ രൂപമോ കാണുന്നില്ല. നീ ഒരു വൃത്തികെട്ട ക്യാമറാമാനാണെന്ന് ഹീറോ മോമോയോട് പറയും. അപ്പൊ മോമോ, ഞാൻ ചത്തത് നീ കണ്ടില്ല, ആ നേരം മൊബൈൽ പൊക്കി പിടിക്കാത്തതാണ് നിന്റെ പ്രശ്നം. ഹീറോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ FIR റിപ്പോർട്ട് എടുത്ത് നോക്കുന്നു. അവിടുത്തെ റോഡിലുണ്ടായിരുന്ന CCTV ഫൂട്ടേജ് മിസ്സിംഗ് ആണ്. ഇതാണ് റിപ്പോർട്ടിലുള്ളത്. അതങ്ങനെ എളുപ്പത്തിൽ ആർക്കും എടുത്ത് മാറ്റാൻ കഴിയില്ല. കാര്യമായ സ്വാധീനമുള്ള ആരെങ്കിലും ആയിരിക്കണം ആ ഫൂട്ടേജ് മാറ്റിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അവിടുത്തെ വിഷ്വൽസ് കിട്ടാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഹീറോ സ്പോട്ടിൽ ചെന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്തിന് എതിർവശത്തായി ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കുറെ കാറുകൾ നിർത്തിയിട്ടുണ്ടാവും. ആ കാറുകളിൽ ഡാഷ് ക്യാമറ ഉണ്ടാവും. സോ ഹീറോ അന്വേഷിച്ച് അന്നേ ദിവസം നിർത്തിയിട്ടിരുന്ന ഏതോ ഒരു കാറിന്റെ ഡാഷ് ക്യാമറ ഫൂട്ടേജ് കൊണ്ടുവരും. എന്നിട്ട് മോമോയോട് ഒരു പോലീസുകാരൻ അന്വേഷിച്ചാൽ കിട്ടാത്ത എവിഡൻസ് ഒന്നുമില്ല, ഇപ്പറിയാൻ നിന്നിടിച്ച ആരാണെന്നും പറഞ്ഞ് ഈ ഫൂട്ടേജ് പ്ലേ ചെയ്ത് നോക്കുക. എന്നാൽ ആ കാറിൽ റോഡിന്റെ ഫൂട്ടേജ് ഒന്നുമില്ല. എതിർഭാഗത്ത് നിർത്തിയിട്ടിരുന്ന വേറെ 2 കാറുകളുടെ ഫൂട്ടേജ് മാത്രമേ ഉള്ളൂ. അന്നേ ദിവസത്തെ ഫൂട്ടേജുകളാണത്. ആ 2 കാറുകളിൽ 2 ഡ്രൈവർമാരുണ്ടായിരുന്നു. ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആ ഡ്രൈവർമാര് റോഡിലേക്ക് ശബ്ദം കേട്ട് ഓടിപ്പോയിട്ടുണ്ട്. അതിലെ ഒരു ഡ്രൈവർ ഹീറോ ഡ്രഗ് കേസിന് പിടിച്ച ആ ലോക്കൽ റൗഡിയാണ്. അതവന് മനസ്സിലാക്കും. അതിനോടൊപ്പം തന്നെ ഈ ഓപ്പോസിറ്റ് കാറുകളുടെ നമ്പർ പ്ലേറ്റും കൂടെ ഹീറോ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേസിന് 2 വിറ്റ്നസ്സായി. ഇടിച്ചത് കണ്ട 2 പേര്. അടുത്ത സെക്കൻഡിൽ കൊലയാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കളി. ഇതാടാ പോലീസിന്റെ ബുദ്ധി എന്നും പറഞ്ഞ് ഹീറോ സ്റ്റൈലായി എഴുന്നേറ്റ് നിന്ന് മോമോയെ കളിയാക്കിയിട്ട് ഈ പോലീസുകാരൻ നേരത്തെ പിടിച്ച ലോക്കൽ റൗഡീനെ കാണാൻ പോവുക. അവനൊരു സാക്ഷിയാണല്ലോ. പക്ഷെ ചെന്ന് കാണുമ്പോൾ അവൻ ഐസ് പെട്ടിക്കകത്തായിരിക്കും. കാരണം ജയിൽ പുള്ളികളോട് അടിയുണ്ടാക്കി അവന്മാർ മണ്ടയ്ക്കടിച്ച് ഇവനെ കൊന്നു കളഞ്ഞു. പാവപ്പോൾ കൊണ്ടുപോകാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഫ്രീസർ ബോക്സിലാണ്. അങ്ങനെ ഒരു സാക്ഷിയുടെ പണി തീർന്നു. എന്നാൽ ഹീറോ മോമോയോട് പറയും, ഇയാളിപ്പോൾ ചത്തുപോയില്ലേ, നീയും ചത്തല്ലേ, അവനോട് സംസാരിച്ച് ഇടിച്ച ആരാണെന്ന് ചോദിച്ചിട്ട് പറയുന്നു. അതിന് മോമോ പറയും, ഇവൻ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അങ്ങനെ എല്ലാ ആത്മാക്കളും തമ്മിൽ ബന്ധമൊന്നുമില്ല, പരസ്പരം കാണാനും പറ്റില്ല. സോ ഒരു സാക്ഷി ചത്തുപോയി, അവൻ ഒഴിവാക്കാം. ഇനി അടുത്ത സാക്ഷി ആ ജിമിനി കാറിൽ വന്ന ആള്. അവരുടെ നാട്ടിൽ നമ്മുടെ മാരുതി സുസുക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അവനെ ഇവർ ഫോളോ ചെയ്ത് പോകും. പുള്ളിക്കാരൻ ഒരു ഗേ ബാറിനകത്തേക്ക് പോകുന്നു. ആ ബാറിൽ ഗേകൾക്ക് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. സോ ഹീറോയും ഒരു ഗേ വേഷത്തി വേണം അകത്ത് പോകാൻ. അങ്ങനെ എവിടുന്നോ കിട്ടിയ വ്യത്യസ്തമായ ഒരു കോട്ട് വിട്ട് ഗേയെ പോലെ അഭിനയിച്ച് ഹീറോ ആ ബാറിനകത്തേക്ക് പോകുന്നു. ഈ സാക്ഷിയായ മറ്റൊരു റൗഡി അവനൊരു ഭാഗത്ത് മാറിയിരുന്ന് മദ്യപിക്കുന്നുണ്ടാവും. ഇവർക്ക് അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നൈസായിട്ട് ചോദിക്കണമെങ്കിൽ അവനെ വളയ്ക്കാൻ നോക്കണം എങ്ങനെയെങ്കിലും. സോ എങ്ങനെയാണ് ഒരു ഗേയെ വളയ്ക്കേണ്ടതെന്ന് നമ്മുടെ മോമോ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുക. കണ്ണിലേക്ക് പ്രത്യേക രീതിയിൽ നോക്കണം, എന്നിട്ട് ഇഷ്ടം പ്രകടിപ്പിക്കണം. ഹീറോയുടെ നോട്ടം കാണുമ്പോൾ മോമോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഹീറോ സമ്മതിക്കാത്തതുകൊണ്ട് അവൻ കൺട്രോൾ ചെയ്ത് മാറും. ഹീറോ അതേ നോട്ടം ആ റൗഡിയുടെ അടുത്ത് ഇടാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു കപ്പ് ചായ വാങ്ങിച്ചേരട്ടെ എന്ന് അവനോട് ചോദിച്ചിട്ട് മെല്ലെ ശരീരത്തോടെ തടവാൻ തുടങ്ങും. എന്നാൽ ആ തടിയനാണെങ്കിൽ ഗേ എല്ലാം സ്ട്രെയിറ്റ് ആണ്.
അവന്റെ ബാറാണിത്. അത് ഹീറോയ്ക്ക് അറിഞ്ഞില്ല. മാറിപ്പോടാ ഫാഗേട്ടെന്നും പറഞ്ഞ് ഈ തടിയൻ ഹീറോയെ കയ്യെ വാരി നിലത്തടിക്കുന്നു. അപ്പോഴായിരിക്കും അവൻ എന്തോ ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഹീറോ അടിയും കൊണ്ട് നിലത്ത് കിടക്കുമ്പോൾ ബാക്കിയുള്ള ഗേ പീപ്പിളൊക്കെ വന്ന് കൈയടിച്ച് ഹീറോയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് വീണ്ടും ഹീറോ ആ റൗഡിയെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവൻ ഏതോ ഒരു കെട്ടിടത്തിലേക്ക് കയറിപ്പോവും. അപ്പോഴായിരിക്കും ഹീറോയുടെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ കൊച്ചു ലേഡി ഓഫീസർ ഹീറോയെ കാണുന്നു. അവള് ചാടി കാറിനകത്ത് കയറിയിട്ട് നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്, നീ എന്തിനാ തടിയനെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവള് കയറിയിരിക്കുന്നത് നമ്മുടെ മോമോയുടെ മടിയില്ല. അവൾക്കതറിയില്ല. എന്നാൽ മോമോക്കാണെങ്കിൽ പെമ്പിള്ളേരെന്ന് പറഞ്ഞ അലർജിയാണ്. ഹീറോയുടെ അടുത്തേക്ക് പെണ്ണുങ്ങളെ അടുപ്പിക്കാനും അവന് താല്പര്യമില്ല. അതുകൊണ്ട് ഈ പെണ്ണിനെ പിടിച്ച് പുറത്താക്ക്, അല്ലെങ്കിൽ പുറകെ കൊണ്ടുപോയി ഇരുത്തെന്നാണ് മോമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് ഹീറോ ആ ലേഡിയോട് എന്തിനാണ് മറ്റേ ഗുണ്ടനെ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം പറയും. ഒരു കാർ ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അവനെ ഫോളോ ചെയ്യുകയാണ്. നീ എന്തിനാണ് അവനെ ഫോളോ ചെയ്യുന്നത്? ഹീറോയും പറയും മരിക്കുന്നതിന് മുന്നേ ഇവർ നേരത്തെ പിടിച്ച ഡ്രഗ് പൈനില്ലേ, അവൻ പറഞ്ഞിരുന്നു ഈ ഹസിയോ എന്ന് പറഞ്ഞ റൗഡി, ഇപ്പൊ ഹീറോ ഫോളോ ചെയ്യുന്ന റൗഡി, അവനും ഈ ഡ്രഗ് കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് മറ്റവൻ പറഞ്ഞിരുന്നു. ആ ഡ്രഗ് ലോഡില്ലേ, അയാൾക്കും ഈ റൗഡിക്കും ബന്ധമുണ്ടത്രേ. ഇതറിഞ്ഞിട്ടാണ് ഹീറോയിൻ അവനെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നു. ഹീറോ തന്റെ കേസിലെ വിറ്റ്നസ്സായ ഈ രണ്ടുപേരെ ഫോണിൽ കാണിച്ചു കൊടുക്കും. ഒരുത്തൻ ചത്തുപോയി, മറ്റേതാണ് ഈ റൗഡി, എനിക്ക് അവനെ ഫോളോ ചെയ്യാനുണ്ടെന്ന് പറയാണ്. ആ സമയത്ത് മോമോ ഇവളെ എങ്ങനെയെങ്കിലും പുറകിലേക്ക് മാറ്റ്, അല്ലെങ്കിൽ നിന്നെ തുണിയില്ലാതെ ഓടിക്കുന്നു പറയാണ്. ഇത് കേട്ട ഹീറോ പേടിച്ചിട്ട് ആ പെണ്ണിനോട് പറയും എന്നെ കല്യാണം കഴിക്കുന്ന പെണ്ണ് മാത്രമേ എന്റെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പാടുള്ളൂ, വേറെ ആരെയും ഞാൻ ഇരുത്തില്ല, ദയവേത് പുറകിലേക്ക് മാറുമോ എന്ന് ചോദിക്കും. ഇവളത് കേട്ടിട്ട് നീ ഒരു മെനകെട്ട ജന്തുവെന്നും പറഞ്ഞ് പിറക് സീറ്റിലേക്ക് മാറാൻ വേണ്ടി എഴുന്നേൽക്കുക. അപ്പോഴായിരിക്കും മറ്റേ റൗഡി ഗുണ്ടൻ അവന്റെ കാർ എടുത്ത് അവിടെ നിന്ന് പോകാൻ വേണ്ടി വരുന്നത്. സോ ഇവൾക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇവരങ്ങനെ തന്നെ ആ ജിംനി കാറിനെ ഫോളോ ചെയ്തു പോകുന്നു. അതൊരു ഫാക്ടറിയുടെ മുന്നിലേക്കാണ് ചെന്ന് നിർത്തുന്നത്. ഇവരെ മാറ്റി നിർത്തി അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഈ തടിയൻ ആ ഫാക്ടറിയിലേക്ക് കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് ആ ഫാക്ടറിക്ക് അകത്ത് നിന്ന് ഇവരെ തേടിക്കൊണ്ടിരിക്കുന്ന ആ മെയിൻ ഡ്രഗ് ലോഡില്ലേ, അയാള് പുറത്തേക്ക് വരാണ്. സോ അയാളുടെ ഒളിത്താവളമാണ് ഈ ഫാക്ടറി എന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും മനസ്സിലായി. ഇവരത് മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് ഇവരുടെ കാറ് കണ്ട ഒരു റൗഡി ആരാടാ ഇവിടെ കാർ നിർത്തിക്കണമെന്ന് ചോദിച്ചിട്ട് ഇവരെ കാറിനടുത്തേക്ക് വരാം. ഇവര് പോലീസുകാരാണെന്ന് അയാൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഹീറോയും പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് നിന്നോട് എത്ര തവണ പറഞ്ഞു മാപ്പ് നോക്കി ഇറങ്ങണ്ട, അറിയുന്ന ആൾക്കാരെ ആരെങ്കിലും വിളിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്, ഹണിമൂണായിട്ട് നീ ഈ അവസ്ഥയിലാക്കിയല്ലോ എന്നും പറഞ്ഞ് ഒരു ഭാര്യയെ പോലെ ഇവള് ഹീറോയോട് ദേഷ്യപ്പെടും. ഇവർക്ക് വഴി തെറ്റിയതാണെന്ന് അറിയിക്കാൻ വേണ്ടി. ആ റൗഡി അടുത്ത് വരുമ്പോൾ ലുലു മാളിലേക്ക് എങ്ങനെയാണ് പോണ്ടതെന്നും കൂടെ ഇവള് ചോദിക്കുന്നുണ്ട്. സോ അയാൾക്ക് സംശയമൊന്നും തോന്നില്ല. പുള്ളിക്കാരൻ വഴി പറഞ്ഞു കൊടുക്കുന്നു. ഇവര് വണ്ടിയെടുത്ത് പോകുന്നു. എന്നാൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഹീറോയിൻ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്തിരുന്നു. മറ്റേ പുള്ളിക്കാരൻ വരുന്നതും ഡ്രഗിലോട് പുറത്തേക്ക് വരുന്നതും എല്ലാം അവള് ഷൂട്ട് ചെയ്തിരുന്നു. ആ എവിഡൻസ് വെച്ച് അവിടുത്തെ ഫാക്ടറി സെർച്ച് ചെയ്യാനുള്ള വാറണ്ട് ഇവർ ചോദിക്കുകയാണ്. ചീഫ് അതിന് സമ്മതിക്കുകയും ചെയ്യും. ആ ഡ്രഗ് ലോഡിന്റെ ഫാക്ടറി ഇവരെ പോലീസ് ടീം എല്ലാവരും കൂടെ ചേർന്ന് ഇനി സെർച്ച് ചെയ്യാൻ പോവാ. ആ ടീമിലേക്ക് ക്യാപ്റ്റൻ ഹീറോനെ കൂടി ചേർക്കും, കാരണം അവൻ സഹായിച്ചോണ്ട്. ഇത് കഴിഞ്ഞ് ഹീറോയും ഹീറോയിനും കൂടെ പുറത്തു പോകുമ്പോൾ അസൂയ പിടിച്ച രണ്ട് പോലീസുകാര് ഹീറോയിനെ പറ്റി മോശമായിട്ട് ബാത്റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവും. അവൾക്ക് ഈ കേസുകളൊക്കെ കിട്ടുന്ന റൗഡികളുടെ കൂടെ മോശമായി ബന്ധം വെച്ചിട്ടാണെന്ന് അവന്മാര് പറയുന്നുണ്ടാവും. ഇത് കേട്ട് ഹീറോയ്ക്ക് ദേഷ്യം വരുമ്പോൾ അവൾ അവനെ തടഞ്ഞിട്ട് പറയും ഇങ്ങനെ അസൂയപ്പെടുന്ന ആമ്പിള്ളേർക്ക് കുഞ്ഞു മണികിലുക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് അവന്മാർക്ക് അസൂയുള്ളത്. ഞാനത് കാര്യമാക്കാറില്ല. എന്നെ സഹായിക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടണ്ട. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എനിക്ക് ആവശ്യമുള്ള സാമർഥ്യവും ശക്തിയൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് നീ ചെന്ന് നിന്റെ പണി നോക്കടാന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോവും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. ഈ പോലീസുകാരെല്ലാവരും കൂടെ മറ്റേ ഡ്രഗ് ലോഡിന്റെ ഫാക്ടറി റെയ്ഡ് ചെയ്യാൻ പോവാണ്. അതിനാദ്യം ഹീറോയിൻ വേഷം മാറി പഞ്ചായത്തിൽ നിന്ന് സെൻസസിന് പോകുന്നത് പോലെ ഒരു യൂണിഫോം ധരിക്കും. അതിനകത്ത് വോയിസ് റെക്കോർഡർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആമ്പിള്ളേരെല്ലാം വായി നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ഇവർ ടീമായി പോകാൻ തയ്യാറാവും. പോലീസ് ഈ ഫാക്ടറിക്ക് അരികിൽ ചെന്ന് കാർ പാർക്ക് ചെയ്തിട്ട് ആദ്യം ഹീറോയിനെയാണ് പറഞ്ഞുവിടുക അവിടുത്തെ അവസ്ഥകൾ നിരീക്ഷിക്കാൻ വേണ്ടി. അവളൊരു സെൻസസുകാരിയെ പോലെ ചെന്ന് അവിടെ കാവൽ നിൽക്കുന്ന റൗഡിയോട് സംസാരിക്കുന്നു. ബാക്കിയുള്ളവർ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ മോമോസ് ആണെങ്കിൽ കാറിൽ ഇരുന്ന് ബോറടിച്ചിട്ട് ഞാൻ അകത്ത് എന്താണ് നടക്കണേന്ന് പോയി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഈ ബിൽഡിങ്ങിനകത്തേക്ക് പോകും. അവൻ ആത്മാവാണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഈ ഫാക്ടറിക്ക് തൊട്ട് മുന്നിലായിട്ട് CCTV ക്യാമറയുണ്ട്. പോലീസ് അനങ്ങിയാൽ അവരത് കണ്ടുപിടിക്കും. സോ ഇവർ കാത്തിരിക്കുക. അപ്പോഴായിരിക്കും പോയ മോമോ തിരിച്ചു വന്നിട്ട് ഹീറോയോട് പറയുക അകത്തുള്ള റൗഡികളെല്ലാം അവിടുത്തെ ഡ്രഗ്സ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക, പോലീസിന് എവിഡൻസ് ആയി കിട്ടാതിരിക്കാൻ വേണ്ടി. അതെങ്ങനെ അവർ മനസ്സിലാക്കി? ഇപ്പൊ പുറത്ത് കാവൽ നിൽക്കുന്ന റൗഡി ഒളിച്ചു വെച്ചിരുന്ന തോക്കെടുക്കുന്നതായിട്ട് ഹീറോ കാണും. ഹീറോയിൻ അപകടത്തിൽ പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഓടിച്ചെന്ന് ആ റൗഡിയെ വലിച്ചു നിലത്തടിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ ഫോണായിരുന്നു പുറത്തേക്ക് എടുക്കാൻ നിന്ന്. ഇപ്പൊ വന്നിരിക്കുന്നത് പോലീസാണെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരൻ വിളിച്ചു പറയാ പോലീസ് എത്തി എല്ലാവരും സൂക്ഷിച്ചോന്ന്. ആ നേരം ഹീറോയിൻ ഞാനൊന്ന് ആരംഭിച്ചു വരികയായിരുന്നു, അപ്പോഴത്തേക്ക് നശിപ്പിച്ചല്ലോടാ നാറിയെന്ന് പറഞ്ഞ് ഹീറോനെ ചീത്ത പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ആക്ഷനിൽ ഇറങ്ങിയല്ലോ, ഇനി ഒരു സെക്കൻഡ് വിട്ടുകൊടുക്കാൻ പാടില്ല.
അതുകൊണ്ട് കമാൻഡോ പട ഡോറും പൊളിച്ച് അകത്തേക്ക് ചാടി ഇറങ്ങുന്നു. എന്നാൽ അകത്തുള്ള വലിയ വില്ലനാവട്ടെ പാട്ടും വെച്ച് സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാവും. ഇവരകത്ത് കയറി ചെല്ലുമ്പോൾ ഒരു തരി എവിഡൻസും ഇല്ല. ഡ്രഗിലോട് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങളും കൂടെ കൂടിക്കോന്ന് അയാൾ പോലീസുകാരോട് കളിയാക്കി പറയും. സോ ഒന്നും കിട്ടാതെ പോലീസുകാരെല്ലാം പുറത്തേക്ക് വരുന്നു. ആ ഓപ്പറേഷൻ ഫെയിലായി. ഹീറോയിനെയാണ് കുറ്റപ്പെടുത്തുക. നീ കാരണമാണ് എല്ലാം നശിച്ചെന്ന് പറഞ്ഞു. ക്യാപ്റ്റനും ചീത്ത പറഞ്ഞിട്ട് മാറിപ്പോകുന്നു. ഹീറോയ്ക്ക് ഇനി ആ ടീമിൽ സ്ഥാനമില്ല. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മോമോ മറ്റേ ജിമിനി കാറിനകത്ത് കയറിയിട്ട് ഇതാടാ കാറ്, നമ്മൾ അന്വേഷിച്ചിരുന്ന കാർ എന്ന് പറയും. അതിലൊരു ഡാഷ് ക്യാമറയുണ്ട്. ഹീറോ ആ ക്യാമറ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ നേരത്ത് തിരിച്ചു വന്ന പോലീസുകാര് നമ്മളവിടെ റെയ്ഡിന് ചെല്ലുന്ന കാര്യം എങ്ങനെയാ വില്ലന്മാര് മനസ്സിലാക്കി. പോലീസിൽ തന്നെ ഏതോ ഒരു ചാരനുണ്ട്, അതാരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ നേരം ഹീറോ ആ ജിംനിയിലെ ഡാഷ് ക്യാമറ ചെക്ക് ചെയ്യുമ്പം മോമോനെ ഇടിച്ചതാരാണെന്ന് അവർ കണ്ടുപിടിക്കും.